വലിയ കാര്യത്തിന് റൂമൊക്കെ പൂട്ടി ഇറങ്ങി. പക്ഷെ ഇതായിരുന്നില്ല കീം തോന്നുന്നു. തുറക്കാൻ പറ്റുന്നില്ല. കൊള്ളാം. അന്റെ മോനെ ഗൈസ് എന്താ കുടിക്കണേ? ചെന്നൈ റോസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആനാൻസി ടീൽസ്. ഞാനൊരു ട്രിപ്പ് പോകാൻ പോവാണ്. ട്രിപ്പല്ല, ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് പോവാണ്. ഞാൻ കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സ്ഥലത്ത് പോകണം എന്നുള്ളത്. അപ്പോൾ ഒരു ഷൂട്ട് വന്നപ്പോഴേക്കും ഞാൻ ഓടിച്ചാടി ഓക്കെ പറഞ്ഞു. ദേ പോയി ഇതാ വന്നു എന്നുള്ള രീതിയിലായിരുന്നു പെട്ടെന്ന് പാക്കിംഗ് ഒക്കെ ഉണ്ടായത്. കാരണം രാവിലെ എനിക്ക് തൃശ്ശൂർ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് 5:30 അടുത്തായി ഞാൻ എത്തിയപ്പോൾ പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നു. പിന്നെ ഫ്രഷായി. സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസത്തെ ഷൂട്ടാണ് നമുക്ക്. അപ്പോൾ സാധനങ്ങളെല്ലാം അവർ ഓക്കെ പറഞ്ഞ ഡ്രസ്സ് സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് വന്നപ്പോഴേക്കും ഈ ഒരു സമയം. അപ്പോൾ പെട്ടെന്ന് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി. പക്ഷെ പണി കിട്ടി. കയറിയപ്പോൾ തന്നെ എനിക്ക് 8ന്റെ പണിയാണ് ഗൈസ് കിട്ടിയത്. എൻ്റെ കൈ ഡോറിൻ്റെ ഇടയിൽ കുടുങ്ങി. നല്ല വേദനയുണ്ട്. ഞാൻ ആക്ച്വലി വണ്ടി വരുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത്. പക്ഷെ ഞാൻ അകത്തോട്ട് കയറിയപ്പോഴേക്കും ഞാൻ ക്യാമറ ഓഫ് ചെയ്തു. ഞാൻ ഡോറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ അവർ ഡോർ അടച്ചു. ഇലക്ട്രിക്കൽ ഡോറായിരുന്നു. ചുമന്ന് നല്ല വേദന. ഇതാണ് മടങ്ങുന്നില്ല. ഇത് കണ്ടോ, ബാക്കിയൊക്കെ മടങ്ങും, ഇത് മടങ്ങുന്നില്ല ഗൈസ്. നല്ല വേദനയുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ എത്തി. ഇപ്പുറത്തൊരാളും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചെന്നൈയിൽ പോകുന്നു ഗൈസ്. പക്ഷെ എൻ്റെ കൈ കണ്ടോ, ഇപ്പം നല്ല വെട്ടം കിട്ടും. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഞാൻ ചെന്നൈയിൽ പോകുന്നു. ഇന്നത്തെ രാത്രിത്തെ നമ്മുടെ ഫുഡ് ഐ ലൈക്ക് ഇറ്റ്. പുറത്തുനിന്നൊന്നും കഴിക്കണ്ട. അയ്യോ, വെട്ടമില്ല. പുറത്തുനിന്നൊന്നും കഴിക്കണ്ട ഗൈസ്. നമ്മുടെ 2ാമത്തെ ആള് വരുന്നുണ്ട്. ഓഹോ, ഹലോ ചേച്ചി. വന്നല്ലോ. ആരാ നീ വീഡിയോ കോൾ ചെയ്യണോടെ? ഗൈസ്, എനിക്ക് രാത്രി 8:30 നമ്മുടെ എടപ്പള്ളിയിൽ നിന്നായിരുന്നു ബസ്. ഇപ്പോൾ ഏകദേശം രാവിലെ ഒരു 7:45-8 മണിക്ക് അടുത്തായിട്ടുണ്ട് കേട്ടോ. ആ സമയപ്പോഴേക്കും ഞങ്ങൾ ചെന്നൈയിലെത്തി. കുറേടത്ത് ലിഫ്റ്റ് ഒക്കെ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നതാ. പിന്നെ പുള്ളിക്കാരൻ ഇവിടെ ഫസ്റ്റ് ഇയർ വിളിച്ച് ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ കൂടെ അങ്ങ് നിൽക്കുവാ ഇപ്പൊ. അങ്ങനെ നമ്മളൊരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ചെന്നൈയിൽ വന്നത്. നമ്മുടെ ചെന്നൈയിലുള്ള LV പ്രസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് കണ്ടക്ട് ചെയ്യുന്നൊരു ഷൂട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെന്നൈയിൽ വന്നത്. നമ്മളിപ്പോൾ ചെന്നൈയിൽ വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് ആൾ വന്നു. അതിനുശേഷം നമ്മളിത് ഇപ്പോൾ ഹോട്ടലിലേക്ക് പോവാണ്, റൂമിലേക്ക്. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് രാവിലെ തന്നെ നമുക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. നല്ല ഫുഡ് കഴിക്കാൻ ഗൈസ് കണ്ടോ, ഒരു പാത്രം നിറച്ച് കേരളത്തിൽ നിന്ന് വന്ന് ഞങ്ങളുടെ രോദനം. അതെ, ഒരു പാത്രത്തിൽ നിറച്ചും തേങ്ങ. പുട്ട്. ഇവിടെ പുട്ടിനിലും കൂടുതൽ തേങ്ങയാണെന്ന് തോന്നുന്നു. തേങ്ങ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുക. അതെ, തേങ്ങ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുക കേട്ടോ. കറിയിൽ വരെയും തേങ്ങ ഗൈസ്. അപ്പോൾ നമുക്ക് രാവിലെ പുട്ടും കടലയും. എങ്ങനെയുണ്ട്? സത്യമായിട്ടും പറ, നല്ല മണമുണ്ട് ചിക്കൻ കറിയുടെ. കൊള്ളാവോ? സത്യസന്ധമായിട്ട് പറയണം. കിട്ടും. നമുക്ക് പുട്ടും കടലയും കഴിക്കാം ഗൈസ്.
ABC ജ്യൂസ് കുടിക്കുക. ABC ആണ്, വേറെ ഒന്നുമില്ല. അതെ, ABC. നോർമൽ ഹോട്ടലിലെല്ലാം ചെക്കിങ് 12 ആയതുകൊണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ 8-8:30 മണിയായി രാവിലെ. സോ നമുക്ക് ഒരു കുറച്ച് നേരം നമുക്ക് പോസ്റ്റ് കിട്ടിയായിരുന്നു. റൂം സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ തൊട്ടിപ്പുറത്തെ റൂമിൽ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു. അപ്പോൾ ആളുടെ റൂമിൽ നമ്മൾ സംസാരിച്ച് ഇങ്ങനെ കമ്പനിയൊക്കെ അടിച്ചിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ട് നമ്മുടെ റൂമൊക്കെ സെറ്റായി. അങ്ങനെ ഫൈനലി നമ്മുടെ റൂമിലെത്തി. നമ്മളൊരു മണിക്കൂർ പോസ്റ്റ് കിട്ടിയായിരുന്നു റൂം സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി. സോ നല്ല രസമുണ്ടല്ലോ അതൊക്കെ കാണാൻ. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. റൂം കാണിച്ചു തരാം. ഇത് നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനറുടെ റൂമാണ്. ഇത് നമ്മുടെ റൂമാണ്. അയ്യോ അടഞ്ഞിരിക്കുകയാണല്ലോ. എടേ തുറക്കാൻ പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ റൂം. അപ്പൊ ഞാൻ പോയിട്ട് വിളിച്ച് സുന്ദരേരി എനിക്കൊരു വിളി നനയുന്നില്ലാലും കുഴപ്പമില്ല. ആടേ അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ റൂം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെ എന്തോ സാധനമാണ്. നമുക്ക് കുളി നനയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ പോകണം? ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോകണം. നമുക്ക് പല്ലേക്കണം, കുളിക്കണം. പല്ലേക്കാതെ ഫുഡ് കഴിക്കൽ സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചു, പല്ലേക്കാതെ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് കുളിച്ച് റെഡിയാവാം, എന്നിട്ട് കാണാൻ പാ ഗൈസ്. അങ്ങനെ നമ്മൾ ഷൂട്ടിന് പോവാണ്. എനിക്കിന്ന് ഷൂട്ടില്ല ഗൈസ്, ഞാൻ ഇന്ന് ഫ്രീ ആണ്. നമ്മുടെ നടി വന്നു ഗൈസ്. അതെ, ഡ്യൂട്ടി നേഴ്സ് വന്നു. പോവാം. മാനി അവിടെ ചെന്ന് ഞാൻ ഇഞ്ചക്ഷൻ കുത്തിയിട്ട് വരാം ആൾക്കാർക്ക്. 5 ml 2 ml 10 ml. അതൊക്കെയാണ്. ഓക്കെ കമോൺ പോവാം. വാതിലൊക്കെ കിടക്കട്ടെ. ഓക്കെ ഇതാ തിരിച്ചു കയറട്ടെ. ദൈവം ഇനി അതായിരുന്നു നോക്കി കേട്ടോ. പെട്ട എടേ ഇതല്ലേ കാണിക്കണ്ടേ? വലിയ കാര്യത്തിന് റൂമൊക്കെ പൂട്ടി ഇറങ്ങി. പക്ഷെ ഇതായിരുന്നില്ല കീന്ന് തോന്നുന്നു. തുറക്കാൻ പറ്റുന്നില്ല. അതെ. ഹായ്, തമിഴ്നാടിന്റെ മണം. അയ്യോ സ്പെക്സ് എടുക്കാൻ മറന്നുപോയി. വേണോ? പക്ഷെ തുറക്കാൻ പറ്റില്ലല്ലോ. തുറക്കാൻ പറ്റില്ലല്ലോ. സ്പെക്സ് എടുക്കാൻ വേണ്ടി അവിടെ കട്ടിലെടുത്ത് വെച്ച് തുറക്കാൻ പറ്റില്ല. അവിടെ സ്റ്റാറ്റസ് ഇട്ടിട്ടോ അതിനകത്ത് തന്നെ നോക്കി. സ്റ്റുഡിയോ അവിടെ എന്തായി? ഇപ്പൊ ഷോട്ട് പോയി കാണേണ്ടതാണ്. ഷോട്ട് പോയിട്ടില്ലേ? ഗൈസ് നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് എന്താ? ബ്രിഞ്ചോൾ റൈസ്. ബ്രിഞ്ചോൾ റൈസ്. ബ്രിഞ്ചോൾ റൈസ്. ബ്രിഞ്ചോൾ കണ്ടുപിടിക്കാം. ചിപ്സ് അല്ല, പള്ളിപ്പെരുന്നാളിന് വടപളനി. നമ്മളിപ്പോൾ ഉള്ളത് വടപളനിയിലാണ് അല്ലേ? വടപളനി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. തുറക്കാൻ പറ്റുന്നില്ല. ബ്രിഞ്ചാൾ റൈസ്. അയ്യോ ഇത് ബ്രിഞ്ചാൾ റൈസ് അല്ല, സോയ റൈസാ. പറ്റിച്ച കേട്ടോ, ഇത് ബ്രിഞ്ചാൾ റൈസ് അല്ല കേട്ടോ, സോയ റൈസ്.
സോസും കൂടി ഉണ്ടാകും ചെയ്ത് നന്നായി. സമാധാനമായിട്ട് പോകാനും പറ്റും. അതേ സമയത്ത് വേണമെങ്കിൽ ചെന്നൈയിൽ ശരിക്കുള്ള ഡ്രൈവിംഗാണ് ഞാൻ കാണിച്ചത്. പോയി കഴിഞ്ഞാൽ ചെന്നൈയുടെ ഡ്രൈവിംഗ് ഇതാണ് ചെന്നൈയുടെ ഡ്രൈവിംഗ്. തെറ്റല്ലേ? ഹലോ ഗൈസ്, ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് പോന്നു. എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. ഞാൻ അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആകുമ്പോൾ വിദ്യയുടെ ഷൂട്ട് കഴിഞ്ഞ് വിദ്യ വരും. അപ്പോൾ നമുക്ക് പുറത്ത് പോവാം. എനിക്ക് നാളെ ഉള്ളൂ, പറ്റുന്നില്ല, തലവേദന. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ വിദ്യ ഇതുവരെ ഷൂട്ട് കഴിഞ്ഞ് വന്നില്ല. എനിക്കാണെങ്കിൽ ഉച്ചയായപ്പോൾ നല്ല തലവേദന എന്ന് പറഞ്ഞാൽ നല്ല തലവേദന. തലയിങ്ങനെ വെട്ടിപ്പൊളിയായിരുന്നു. എന്നിട്ട് ഞാൻ റൂമിൽ വന്ന് കിടന്നു. ഇപ്പം എണീറ്റേ ഉള്ളൂ. പക്ഷെ തലവേദനയ്ക്ക് ഒരു കുറവുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു പുറത്തൊന്ന് പോവാം. വിദ്യ ഇനി കുറേ ലേറ്റ് ആവും വരാനായിട്ട്. ചുമ്മാ എന്തായാലും ഇവിടം വരെ വന്നല്ലേ, റൂമിൽ വന്ന് കിടക്കാനല്ലല്ലോ നമ്മൾ ഇവിടം വരെ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് പുറത്തിറങ്ങാം. ഒറ്റയ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല, ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് തിണ്ടാൻ പോവാം. അങ്ങനെ നമ്മൾ ചെന്നൈ നഗരത്തിലൂടെ കൂടി, അതെ, നമ്മൾ ചെന്നൈ നഗരത്തിലൂടെ ഓട്ടോയ്ക്ക് പോകുന്നു ഗൈസ്. പക്ഷെ വെളിച്ചമില്ല ഗൈസ്. ഇറ്റ്സ് ഓക്കെ. ആ നമ്മള് സ്ഥലത്തെ പറഞ്ഞോളൂ. ഗൈസ്, നമ്മൾ ചെന്നൈ നഗരത്തിലൂടെ, ചെന്നൈ പട്ടണത്തിലൂടെ നമ്മൾ ഓട്ടോയ്ക്ക് പോകാണ്. സമയം ഇപ്പോൾ രാത്രി 8:30 മണിയായിട്ടുണ്ട്. ഇവിടം വരെ വന്നിട്ട് വിദ്യനെ നോക്കിയിരുന്നു. വിദ്യ വരാൻ ലേറ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ തലവേദന മാറുന്ന ലക്ഷണമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്ത് പോയിട്ട് ഒരു കോഫി കുടിക്കാം. അപ്പോൾ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്ന് ഡോറെല്ലാം അടച്ച് ഇറങ്ങിയ സമയത്താണ് കറക്റ്റായിട്ട് വിദ്യ വിളിച്ചത്. എടി നീ പുറത്തോട്ട് പോയിട്ടില്ലല്ലോ, ഞാൻ ഇപ്പം എത്തും, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ട് ഇറങ്ങി. അപ്പോഴത്തേ നമ്മൾ വന്നേക്കുന്നത് നെക്സസ് വിജയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാളാണ് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ കുറച്ച് തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 80 രൂപ അടുത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ പോയിന്റ്. അങ്ങനെ ഞങ്ങൾ വിജയ മോൾ അല്ലേ, എൻ്റെ മോള് ഞങ്ങളൊരു ഭയങ്കര സീക്രട്ട് സാധനം തപ്പി നടക്കുകയാണ്. അത് ഇങ്ങോട്ടൊന്നും പറയില്ല, കിട്ടിക്കഴിഞ്ഞിട്ട് പറയൂല. അപ്പോൾ നമ്മൾ മാളിലൂടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുവാണ്. കിട്ടിയോ? കിട്ടി. കഴിക്കാം. നീ ഡയറ്റിലല്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോ ഡയറ്റിലാണ്, എന്നിട്ട് പറയാം മെഗ്ഡി കഴിക്കുമെന്ന്. അതെ, ഇവിടെ ഇതുണ്ട് കേട്ടോ, ഉണ്ട്. ഓക്കെ ഗൈസ്, കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഈസി ബൈയിലെത്തി. ഈസി ബൈ കൊള്ളാം. ബ്ലാക്ക് കൊള്ളാം. ഇത് ഓവർ സൈസ്ഡ് ആണോ? നിനക്ക് പറ്റിയത് ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഞാനെൻ്റെ ഞാനൊരു ഷൂട്ട് കഴിഞ്ഞിട്ട് കേട്ടോ. കുറച്ചും കൂടി ഉറക്കി ലൗഡ്. ഞാനേ ഷൂട്ട് കഴിഞ്ഞിട്ട് വരികയാണ്, അതുകൊണ്ട് ഇത്ര മേക്കപ്പ്. നീ തെറ്റിദ്ധരിക്കരുത്. ഇല്ല ഗൈസ്, ഈ കുട്ടി ഡെയിലി ഇങ്ങനെയാണ്. അല്ല ഗൈസ്, അതെ ഗൈസ്, ഈ മെറ്റീരിയലും ഉള്ള, പക്ഷെ അത് 150. ഇതൊക്കെ നല്ലതായിരിക്കും. യെല്ലോ, എനിക്ക് യെല്ലോ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ആ കണ്ടാ, എനിക്ക് മനസ്സിലായി. യെല്ലോ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ഫേസ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. യെല്ലോ എടുക്കാലോ. പക്ഷെ ആ ബ്ലാക്ക് നല്ലായിരുന്നല്ലോ. ഇതേ ആ ബ്ലാക്ക് 169. ഇടേ നല്ലതാടേ. ഹലോ ഗൈസ്, കുട്ടി തെണ്ടൽ തുടങ്ങി ഗൈസ്. എൻ്റെ ഫേസ് പിന്നെ ഇവിടെ മലമറിക്കാൻ പോണല്ലേ ഗൈസ്. എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അത് ഞാൻ ഇവളുടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. മാത്രമല്ല എനിക്ക് ഭയങ്കര തലവേദനയായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അതെ, ആ റൂമിൽ മൊത്തം ഭയങ്കര സ്മെല്ലാണ് ഗൈസ്. നല്ല സ്മെല്ല്, പക്ഷെ അതിങ്ങനെ തലയിൽ ഇങ്ങനെ അടിച്ച് കയറിയിട്ടെ പറ്റുന്നില്ല. നമുക്ക് നോക്കാം.
ടെൻറ്റ് നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. ഇവിടം വരെ വന്നിട്ടൊന്നും വാങ്ങാതെ പോകുന്നത് മോശമല്ലേ? ചേച്ചി നല്ല തിരക്കില്ല. ഉപ്പായോ അല്ല ഡ്രസ്സ് ഇത് അവിടെ സ്ലീവ്ലെസ്സിന്റെ ടോപ്പുണ്ട്, നല്ല രസമുണ്ട് ഗൈസ്. എപ്പോഴത്തെയും പോലെ കടയിൽ കയറുക, ആദ്യമേ കാണുമ്പോൾ ആക്രാന്തം കൊണ്ട് സാധനങ്ങൾ എടുക്കുക. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയില്ല. ഇപ്പൊ നമുക്ക് റൂമിൽ പോവാം. വി ഹാവ് ടു ലീവ് എന്നൊക്കെ പറഞ്ഞ് പോയതാ. ഞങ്ങൾ ആ വഴി ലീവ് ആവൂല, ഈ വഴി ലീവ് ആവാന്ന് പറയാം. ഓക്കെ ഗൈസ്, നീ ഫോൺ വിളിച്ച് അഭിനയിച്ചു വാ. ഓക്കെ, ആ ഫ്രണ്ടിൽ തന്നെ ഉണ്ടവര്. ചുമ്മാ അങ്ങ് അഭിനയിച്ച് വീട്ടുക. മതി 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 പോര്. ശരിക്കും കോളായിരുന്നു, ശരിക്കും കോളായിരുന്നു. കുട്ടി നല്ല ആക്ടറാ, സ്വന്തമായിട്ട് അഭിനയിക്കുന്നുണ്ട്. നീ പെണ്ണിനറിയോടി? മോഡലാണോ? മതിയല്ലേ? ഇങ്ങനെ നടന്ന് പോകാം. ഇനി അടുത്ത സ്ഥലത്ത് കയറുമ്പോൾ അടുത്ത വീഡിയോ എടുക്കാം. നമുക്കിനി ഫുഡ് കഴിക്കണം. ഫുഡ് എവിടെ നിന്ന് കഴിക്കാം? നമുക്ക് മെക്ഡൊണാൾഡ്സിൽ കയറുന്നത്. അവിടുത്തെ ബില്ല് അയച്ചു കൊടുത്താലോ? ഗൈസ്, നമുക്ക് ഡൊമിനോസിൽ പോയിട്ട് പിസ്സ കഴിക്കാം. എന്നിട്ട് ഇതിൻ്റെ ബില്ലെടുത്ത് നമുക്ക് പ്രൊഡക്ഷനിൽ അയച്ചു കൊടുക്കാം. ഇല്ല ഗൈസ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇരുന്നോ കുട്ടി? എന്റെ ഇന്റർവ്യൂ എടുക്കാനാണോ? എന്റെ ഇന്റർവ്യൂ എടുക്കാനാണോ? അതെ. എന്താണ് കുട്ടിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? പറയൂ. വളരെ ഒരു സുഖം. ഡോമിനോസ് കഴിക്കാനോ ഭയങ്കര സന്തോഷം. വേറെ എനിത്തിങ് എൽസ്? ഇത്രേ ഉള്ളൂ? കുട്ടി ഉറങ്ങിയില്ലേ? കണ്ണൊക്കെ വല്ലാതിരിക്കുന്നു. ചെന്നൈ ഗൈസ്. അങ്ങനെ നമ്മൾ 10 മണിയായോ? യെസ്, 10 മണിയായപ്പോൾ നമ്മൾ മാളിയിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മൾ ഡോമിനോസ് വാങ്ങി. അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് സമ്മതിച്ചില്ല. എടാ, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? എടാ, അയ്യോ പോയി. എടാ പോലെടാ. അങ്ങനെ നമ്മൾ മാളിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഒരു ഓട്ടോയിൽ കയറി. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 80 രൂപ അല്ലേ? 80 രൂപയായിരുന്നു നമുക്ക് ഓട്ടോയ്ക്ക് നമ്മൾ ചാർജ് ചെയ്തത്. നിങ്ങളിപ്പോൾ ഓട്ടോയ്ക്ക് കയറിയപ്പോൾ ചോദിച്ചപ്പോൾ 200 രൂപയായിരുന്നു. കർമ്മം 200 രൂപ. അതുകൊണ്ട് നമ്മൾ പോയില്ല. മഴയത്ത് ഇങ്ങനെ നിന്നു. മഴ മാറിയിട്ട് നടന്നു പോവാൻ. അതെ, ചെന്നൈ മഴ ഞങ്ങൾ കണ്ടു. ചെന്നൈയിൽ മഴ പെയ്ത് അപ്പം വെള്ളപ്പൊക്കമാണ്. നല്ല മഴ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബാഗിൽ വെക്കാൻ നമുക്ക് കൈ പിടിച്ചോളാന്ന് പറഞ്ഞു. തൃപ്തിയായി. ചെന്നൈയിൽ വന്ന് മഴ കൊണ്ടു ഗൈസ്, ഇത് നമ്മുടെ ഡൊമിനോസ് പിസയ്ക്ക് ഒന്നും പറ്റിയില്ല, ഞങ്ങൾക്കും ഒന്നും പറ്റിയില്ല. ഗൈസ്, നമ്മൾ മഴയൊക്കെ കൊണ്ട് സെറ്റായിട്ട് വന്നു. ഫുഡൊക്കെ കഴിക്കും. നമ്മുടെ പിസ. ഹലോ ഗൈസ്, നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. വിശന്നിട്ട് വയ്യ, നമുക്ക് വിശപ്പില്ല. അങ്ങനെയൊക്കെ പറയും ഗൈസ്. ഞാൻ ഫോൺ എടുക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചു വ്ളോഗ് ചെയ്തില്ലേ എന്ന് ചോദിച്ച ആളാ. പുതിയൊരാളെ ഞങ്ങൾ പരിചയപ്പെടുത്തരാം. ഇയാളെ നമ്മൾ ഇങ്ങനെ പരിചയപ്പെടുത്തി. ഇത് നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ. പേര് പറയൂ. ലക്ഷ്മി. ഹായ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ശരി കേട്ടോ, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് ആരോഗ്യം വരുള്ളൂ. അതെ. ഹലോ ഗൈസ്, തിന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുത്തില്ലായിരുന്നു. നമുക്ക് മുട്ടക്കറിയും ചപ്പാത്തി ആയിരുന്നു. ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ ഓണായി. ഞങ്ങൾ ABC ജ്യൂസ് ഓർഡർ ചെയ്യുന്നു. അതെ, മുട്ട കഴിച്ചു, ഉണ്ണീനെ മാറ്റി വെച്ചു. ചപ്പാത്തി ഉണ്ണി ഇഷ്ടമല്ല, ഉണ്ണിക്കുട്ടന് ഇഷ്ടമല്ല. ഞാൻ കഴിച്ചു. ഓക്കെ, താങ്ക് യു. ഒരു ഉണ്ണിക്കുട്ടൻ.
ഒരു രണ്ടാമത് ഉണ്ണിക്കുട്ടൻ ഭയങ്കര സ്മോളായിരുന്നു കേട്ടോ. മുട്ട പ്രോട്ടീനാണ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ മേക്കപ്പ് ഇടുവാണ്. ഇത് നല്ല கொஞ்சம் பெயின் இருக்கு. இது இந்த மார்னிங் தான் നമ്മുടെ വിദ്യ ചേച്ചി മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുടിക്കാൻ ജ്യൂസ് ഇപ്പം ഇടത്തൊന്നുമില്ല. ജ്യൂസ് ABC ജ്യൂസ്, A for apple, B for beetroot, C for carrot. ഓ മൈ ഗാഡ്. ചേട്ടന്മാരെയൊക്കെ കാണിച്ചു. இங்க வாண்ணா, இங்க வாண்ணா. உங்க பேர் எங்க? பேர் என்னன்னா? மலா. பாலா. ஓகே, நைஸ். உங்க பேர் என்னன்னா? ராம். ശ്രീറാം. ശ്രീ ഇല്ല, വെറും അല്ല, ഞാൻ ചുമ്മാ ശ്രീറാം കൂട്ടിയതാ. നീയാണ് പാട്ട് വെച്ചത്? ഞാനൊന്നുമില്ല, ഞാൻ അവിടെ വീഡിയോ എടുക്കണ്ടില്ലേ. ജന്മനാ സൗന്ദര്യമുള്ള നമ്മുടെ വിദ്യക്ക് എന്തിനാ ഇത്രയും മേക്കപ്പ്? അതാണ് ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത്. ഓക്കെ ഗൈസ്, മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ആരംഭിക്കുന്നു. ഇവിടെ നല്ല മഴയുണ്ട്, പക്ഷെ ഇപ്പൊ മഴയില്ല. കണ്ണൂർ. ഓ മൈ ഗോഡ്. ഹലോ ഗൈസ്, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റിനെ കാണിച്ചു തരാവേ. കാണിച്ചു കേട്ടോ. ഹായ് பேபி, எங்க இருக்கு? இதோ இங்க பாரு, இங்க பாரு, இங்க பாரு, இங்க பாரு, இங்க பாரு, எங்க இருக்கு? ഡോ ഡോ ഡോ. അയ്യോ, കണ്ണിനെന്ത് പറ്റി? വാവേടെ വയ്യേ. ഉണ്ട്. അതെ. ഞാൻ പറഞ്ഞില്ല അതിന് എന്തോ പ്രശ്നമുണ്ടെന്ന് കണ്ണിന്. അച്ചോടെ പേടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഡോഗാ? അല്ല, ഷൂട്ടിന്. അല്ല, ഷൂട്ടിന് വേണ്ടിട്ട് കൊണ്ടുവന്നതിനെ. ഇല്ല, ഇവരുടെ ഡോഗ് ഷൂട്ടിനുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ ഇതിനകത്ത് വരുന്നത് ഇത് റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോ തല തിരിച്ചു നോക്കുന്നുണ്ട്. ഹായ്, പേരെന്തിന്റെ? സാൻഡി. സാൻഡി. ബേബി ഭയങ്കര പേടിച്ചിരിക്കായിരുന്നു കേട്ടോ അവിടെ. അയ്യടാ. സത്യം. ഹലോ ഗൈസ്, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. പറയൂ, എന്താണ് വേണ്ടത്? വിദ്യ ചേച്ചി തപ്പുവാണ്. വിദ്യ ചേച്ചിക്ക് എന്താ വേണ്ടത് കഴിക്കാൻ? പിന്നെ വെറുതെ ആണോ വെച്ചേക്കുന്നത്? ഗൈസ്, നമുക്ക് ഫുഡ് കഴിക്കാം. ഉച്ചക്കത്തെ തപ്പട്ടെ. നമുക്ക് നാട്ടിലെ ഫുഡൊന്നും ഇവിടെ കിട്ടൂല. എന്തെങ്കിലുമൊക്കെ കിട്ടും. നോക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇതെന്തുവാ? പനീർ മസാല. ഇതെന്തുവായിരുന്നു? ഞാൻ ലോലിപോപ്പ്. പനീർ മസാല. അതെ, കളർ വെള്ളം. അന്റെ മോനെ, അയ്യന്റെ മോനെ.
ഗൈസ് അങ്ങനെ നമ്മളിത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാനാ ഇനിയ തമിഴ് മക്കൾക്ക് വണക്കം. എന്താണ് ഇനിയ തമിഴ് മക്കൾ ചേച്ചി സൂപ്പറാണ്. അതെ പാസത്ത് കൂടിയ വരദരാജ ചേച്ചി ഞാനൊക്കെ സിനിമ ചേച്ചി വിളിച്ചാൽ വരുമോ? ഓ ഇന്നെന്തോ വരാലോ. ഇന്ന കണ്ണാപ്പി സ്റ്റൈൽ മട്ടും വേണ്ട അല്ലേ? ചെന്നൈ തമിഴ് സംസാരിക്കണം. അതല്ല തമിഴ് പേസണം. ആ ചെന്നൈയില് തമിഴ് സംസാരിക്കണം. ഗൈസ് എന്റെ ലുക്കൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. കറക്റ്റ് കണ്ണാപ്പിയാ. അതെ മേക്കപ്പ് ചെയ്യേണ്ടത് പറഞ്ഞതാണ്. പിന്നെ കാണാം ഗൈസ്. അല്ല ഓക്കെ ബൈ. എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അതെ അതെ എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? കണ്ണാപ്പി 180p ഏട്ടായി ஃபர்ஸ்ட் சென்னை இட்லிയാണ്. അതെ അതെ ശരിക്കും சாப்பிடமா சூப்பரா இருக்கும். சுடு சுட இட்லி இருக்கு, சட்னி இருக்கு, எல்லாம் സുട സുട ഇല്ലടാ, തണുത്തിരിക്കുന്നടാ. ആ ഫ്ലോറിൽ ചെന്നൈക്കൊക്കെ ഹൈപ്പ് ഇട്ടുണ്ട്. അതെ അതെ ഫുഡിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ. ഗൈസ് നമുക്ക് നൈറ്റ് ഷൂട്ട് കാണാം. നൈറ്റ് ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, തീർന്നിട്ടില്ല. ഗൈസ് ഐ എം വെരി ഹാപ്പി ടു സീ ഹിം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാണ്. മാത്രമല്ല പുള്ളി ഒരു മ്യൂസീഷ്യനാണ്. എനിക്ക് ചെന്നൈയിൽ വന്നപ്പോഴേക്കും എനിക്കുണ്ടായിരുന്ന ഫസ്റ്റ് ആഗ്രഹം പുള്ളീനെ മീറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. സോ ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ്, പ്രതീക്ഷിക്കാത്തൊരു ടൈമിലാണ് നമ്മൾ മീറ്റ് ചെയ്തത്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നൈറ്റ് ടൈമിലാണ്. സോ ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ ഈ ഒരു ഫോട്ടോ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നൈയിൽ നമ്മൾ എന്തിനു പോയോ ആ പരിപാടിയെല്ലാം കഴിഞ്ഞു, നമ്മുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. തലേദിവസം രാത്രി, അത് ഇന്നലെ രാത്രി നമ്മുടെ ഷൂട്ടെല്ലാം ഫുള്ള് ഫിനിഷായി. രാത്രിയല്ല, നേരെ വെളുത്തു കഴിഞ്ഞപ്പോഴേക്കും അതുകൊണ്ട് നമ്മൾ പുറത്തെല്ലാം പോയി ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷേ ചെന്നൈയിൽ നമ്മൾക്കൊന്ന് ചുറ്റി അടിക്കാനോ കറങ്ങാനുള്ള ടൈം കിട്ടിയില്ല. കാരണം ഷൂട്ടിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും അങ്ങനെ ഒരുമിച്ച് കറങ്ങാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം അവിടെ നിന്ന് ചെന്നൈ പറ്റുന്ന രീതിയിൽ ഒന്ന് കറങ്ങി അടിക്കുക നമ്മൾ വിചാരിച്ചു. ഗൈസ് നമ്മൾ ഇവിടം വരെ വന്നിട്ട്, ചെന്നൈ വരെ വന്നിട്ട് AVM സ്റ്റുഡിയോ കാണാതെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമല്ലേ. സോ അതുകൊണ്ട് നമ്മൾ AVM സ്റ്റുഡിയോ കാണാൻ വേണ്ടി വന്നേക്കുകയാണ്. കുറേ കാറുണ്ട് ഇതിനകത്ത്. നല്ല ഭയങ്കര കളർഫുൾ അല്ലേ, ഭയങ്കര രസം അതിങ്ങനെ നിൽക്കുന്നതാണ്. ഗൈസ് ഇതൊരു മ്യൂസിയമാണ്, AVM സ്റ്റുഡിയോൻ്റെ ഒരു മ്യൂസിയമാണ്. ഇതിനകത്ത് മൊത്തം കുറേ വിൻറ്റേജ് ഐറ്റംസാണ്. കുറേ കാറുകളുണ്ട്, നമ്മൾ കാണാത്ത തരം കുറേ കാറുകളും. ആൻഡ് ഇത് റീപെയിൻറ്റും കൂടി ചെയ്തേക്കണം. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുമാത്രമല്ല പണ്ടത്തെ ആ ഒരു 90s 80s 70s ആ ഒരു ടൈമിലൊക്കെ മൂവിയിലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ കാറുകൾ കേട്ടോ. അത് ഏതൊക്കെ മൂവിയിൽ ആരൊക്കെ ഉപയോഗിച്ചതാണെന്നുള്ളതിൻ്റെ ആ ഒരു പിക്ചറും മൂവി ഏതാണ് ഇയർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ രജനീകാന്ത് MGR ഒക്കെ യൂസ് ചെയ്ത കുറേ കാറുകളും പിന്നെ ബൈക്ക് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു വിൻറ്റേജ് കളക്ഷൻ കാറുകളൊക്കെ ഞാൻ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുമാത്രമല്ല ഇതിൻ്റെ
പെയിൻറ്റ് ഈ കാറിൻ്റെ എല്ലാം കളറ് ഭയങ്കര അട്രാക്റ്റീവാണ്. ഒരു വെറൈറ്റി കളറ് സാധനമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറാനായിട്ട് നമുക്ക് ഒരാൾക്ക് 200 രൂപയാണ്. പക്ഷേ എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എനിക്ക് പേഴ്സണലി എനിക്കിതിനകത്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമായത് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ ഇതിനകത്ത് കയറിയത്. പക്ഷേ ഇവന്മാർക്ക് പകുതി പേർക്കും അത് ഓക്കെ ആയിരുന്നില്ല. 200 രൂപ പോയി എന്നാണ് പറഞ്ഞത്. 200 രൂപ വെർത്തായില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൈഡിൽ നിന്നിട്ട് എവിടെ ഡോണ്ട് ടച്ച്. കൈ വെച്ചാൽ ഉടഞ്ചു പോകും. വാജി വാജി വാജി. ഓ എടാ ഈ പാട്ടപ്പടാ എൻ്റെ മോനെ. ഗൈസ് എന്താ കുടിക്കണേ? ചെന്നൈ റോസ് മിൽക്ക്. ചെന്നൈ റോസ് മിൽക്ക് എവിടെ ഇருக்கு? പ്രമാദമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങളുടെ ചെന്നൈയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബൈ.